കാലം അല്ലാഹ് അവന് ഉത്തരം കൊടുക്കും. സഹാബത്ത് ചോദിച്ചു, മല്ലിസ്തിഅജാൽ, തിരക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ ഉദ്ദേശം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഇങ്ങനെ പറയലാണ്, ഖദ് ദഅഉതു വഖദ് ദഅഉതു റബ്ബി ഫലം അറ യസ്തജീബു ലീ, ഞാൻ എന്റെ റബ്ബിനോട് ഇതാ കുറെ ദുആ ചെയ്തു എനിക്ക് ഉത്തരം കിട്ടിക്കാണുന്നില്ലെന്ന് പറയലാണ് തിരക്ക് കൂട്ടൽ. തിരക്ക് കൂട്ടണ്ട. നമ്മൾ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അള്ളാഹിനോട് പരിഭവിക്കരുത്. നമ്മളെയൊക്കെ മനസ്സിലുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. നമ്മളെ മനസ്സിലുണ്ടാവും, ഞാൻ അള്ളാഹിനോട് എത്ര ചോദിച്ചു, എനിക്ക് തരുന്നില്ലല്ലോ, എന്നോട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലല്ലോ, എന്നെ അള്ളാഹ് പരിഗണിക്കുന്നില്ലല്ലോ. സഹോദരന്മാരെ, വാസ്തവത്തിൽ നമ്മൾ ചോദിച്ചൊരു കാര്യം തരുന്നത്, നമുക്കിപ്പോ അള്ളാഹിനോട് നമ്മളിങ്ങനെ വാശി പിടിച്ച് ചോദിക്കുന്നുണ്ട്, എനിക്ക് അത് വേണം ഇത് വേണം, പക്ഷെ അള്ളാഹ് നമുക്കത് തരുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് അള്ളാഹ്ക്ക് എന്നോട് വെറുപ്പാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ചോദിച്ചൊരു കാര്യത്തിന് പെട്ടെന്ന് ഉത്തരം കിട്ടി കണ്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ എന്താ പഠിപ്പിക്കേണ്ടത്? എന്റെ റബ്ബിനറിയാം എനിക്കിപ്പോ ഉത്തരം തരാതിരിക്കലാ ഖൈറെന്ന്, അതുകൊണ്ട് എനിക്കിപ്പോ ഉത്തരം തന്നിട്ടില്ല എന്ന് ആശ്വസിക്കണം. ഇത് മനസ്സിലാകാൻ വളരെ ചെറിയൊരു ഉദാഹരണം കൊണ്ട് നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കുട്ടിയെയും കൂട്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കുട്ടി വീട്ടിൽ നിന്ന് വാശി പിടിച്ച് കരയാണ്. എന്താ കുട്ടിയുടെ ആവശ്യം? കുട്ടിക്ക് സ്റ്റൗവിൽ അങ്ങനെ നീല നിറത്തിൽ ഇങ്ങനെ കത്തുന്നത് കാണുമ്പോൾ കുട്ടി കയ്യിൽ പോയി കൈയിടണം. ഇതിന് വാശി പിടിച്ച് കരയാണ്. ഉമ്മനോട് വാശി പിടിക്കുന്നു, ഉപ്പനോട് വാശി പിടിക്കുന്നു. ചെറിയ കുട്ടി, ആ കുട്ടി ഇങ്ങനെ സ്റ്റവ് ഇങ്ങനെ കത്തുന്ന കാഴ്ച ഇങ്ങനെ കണ്ടപ്പോ ആ മോനിക്ക് തോന്നി ഇതെന്തോ ഒരു കളിക്കണ സാധനമാണ്, നല്ല കളറിൽ ഇങ്ങനെ കത്തുന്നുണ്ടപ്പോ അതിമ പോയിട്ട് പിടിക്കണം, അതിൽ കൈയിടണം. ആ കുട്ടി അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകാൻ വാശി പിടിക്കുകയാണ്. ഉമ്മ ഇങ്ങനെ കൈ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു. കുട്ടി ആലമുറയിട്ട് കിടന്ന് കയ്യും കാലിട്ട് കരയാണ്. എന്താ തന്നെ വാശി, എനിക്കത് കിട്ടണം, അത് കിട്ടണം, അത് കിട്ടണം. ഉമ്മയും വാപ്പിയൊക്കെ മോനെ പിടിച്ചിങ്ങോട്ട് വലിക്കുന്നു. ഈ കുട്ടി വിചാരിക്കുകയാണ്, എന്റെ ഉമ്മാക്ക് എന്നോട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്താ എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കാത്ത, എന്റെ ഉപ്പാക്ക് എന്നെ ഇഷ്ടമല്ല, എന്താ എന്നോട് പറഞ്ഞയക്കാത്ത, ഉമ്മയും ഉപ്പയാണ്ട് പറഞ്ഞയക്കാത്തത് എന്താ? ഇവനിപ്പോ ഈ അവന്റെ ആവശ്യപ്പാണ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവനാണ് പോകും. കത്തിപ്പിടിക്കൂലേ, പൊള്ളിപ്പോവൂലേ, അവന്റെ ജീവനം തന്നെ നശിച്ചു പോവൂലേ? അത് ഉമ്മാക്കും ഉപ്പാക്കും അറിയുന്നത് കൊണ്ടാണ് ഈ കുട്ടിയെ അവന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാതെ അവനെ തടഞ്ഞു വെക്കുന്നത്. പക്ഷേ കുട്ടിക്കത് മനസ്സിലാകുന്നില്ല. കുട്ടിയുടെ പ്രായം അതാണ്. കുട്ടിക്കറിയില്ല. കുട്ടി വിചാരിക്കുന്നത് ഉമ്മാക്കും ഉപ്പാക്കും എന്നോട് താല്പര്യമില്ലായിട്ടാണ്, എന്നെ ഭയങ്കര വെറുപ്പ ദേഷ്യാണ്, അതിലെന്നെ സമ്മതിക്കാതെ. അപ്പൊ കുട്ടി കിണുങ്ങി കരഞ്ഞ് പിന്നെയും വാശി പിടിച്ച് കയ്യും കാലിട്ടറിഞ്ഞ് തലയിട്ടടിച്ച് കരയാണ്. എന്ത് കരഞ്ഞാലും ബാപ്പ വിടൂല, അമ്മ വിടൂല. കാരണം അതിപ്പാണ് സമ്മതിച്ചു കഴിഞ്ഞാൽ കയ്യാണ് പൊള്ളും. ആ ഗൗരവം ആർക്കറിയാ? ബാപ്പാക്കും ഉമ്മാക്കും അറിയാം, ഈ കുട്ടിക്കത് അറിയില്ല. നിങ്ങളൊന്ന് നോക്കൂ, റബ്ബിനോട് നമ്മൾ ചില കാര്യങ്ങൾ വാശി പിടിച്ച് ചോദിക്കാണ്. അള്ളാഹ് എനിക്കത് തരണം, എനിക്കത് വേണം, എനിക്കത് തന്നേ പറ്റൂ. അതാണ് തന്നാ നമ്മുടെ ആഹ്റവും ദുന്യാവും ഒക്കെ നശിക്കണതായിരിക്കും നമ്മൾ ആ ചോദിക്കുന്നത്. കാരണം നമ്മൾ നമ്മളെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ടാണ് അള്ളാഹിനോട് ചോദിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ സന്തോഷമാണ്. അസാ അൻ തക്റഹൂ ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബൂ ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പക്ഷേ അത് ഭാവിയിൽ ഇപ്പൊ നിങ്ങൾക്കതിനോട് വെറുപ്പാണെങ്കിലും ഭാവിയിൽ അതായിരിക്കും നിങ്ങൾക്ക് ഖൈറ്. ഇപ്പൊ നിങ്ങൾ വല്ലാതെ തുള്ളിച്ചാടി നടക്കുന്ന സന്തോഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് വലിയ തിന്മ വരാൻ പോകുന്നത്. നിങ്ങൾക്കറിവില്ലാത്തവരാണ്. വല്ലാഹു യഅലമു, അല്ലാഹ് എത്ര അറിവുള്ളവൻ. വഅൻതും ലാ തഅലമൂൻ, നിങ്ങളാവട്ടെ അറിവില്ലാത്തവരുമാണ്. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ ചോദിക്കുമ്പോ ചില കാര്യങ്ങൾ അല്ലാഹ് സ്പോട്ടിൽ തന്നെ നമുക്ക് തന്നു എന്ന് വരാം. ചിലത് നമ്മൾ ചോദിക്കുമ്പോ തന്നെ അല്ലാഹ് തരും, ചിലപ്പോ തരൂല. ദുന്യാവിന്ന് തീരെ കിട്ടിയെന്ന് വരില്ല, ചിലപ്പോ കുറെ കഴിഞ്ഞിട്ട് കിട്ടിയെന്ന് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാമിൻ മുസ്ലിമിൻ യദഉ ബിദഅവത്തിൻ, ഏതൊരു മുസ്ലിമായ മനുഷ്യൻ ഏതൊരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോഴും ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിയതു റഹിമിൻ, പാപത്തിന് വേണ്ടിയോ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടിയോ അല്ലാത്ത നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചാലും, ഈ ഹദീസ് നമ്മൾ ഒന്നുകൂടെ വിലയിരുത്തി മനസ്സിലാക്കണം. ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, പാപകരമായൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല.
അതുപോലെ തന്നെ കുടുംബബന്ധം മുറിച്ചു കളയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. കുടുംബബന്ധം മുറിച്ചു കളയാൻ. ഇപ്പൊ ഒന്നിച്ചാ പെരയിൽ നിൽക്കണത്, ഇവിടെ സുഖം പോരാ, അള്ളാ ഞങ്ങളെന്ന് വേർപ്പെടുത്തണേ. ഇയാളും ഉമ്മയും കൂടിയും ഭയങ്കര സ്നേഹത്തിലാണ്. ഞാനാകുന്ന ഭാര്യ ഇവിടെ വീട്ടിലുണ്ടായിട്ട് ഇയാൾക്ക് എന്നെ കല്യാണം കഴിച്ചെങ്കിലും ഇപ്പോഴും ഉമ്മനോടാണ് വലിയ അടുപ്പവും സ്നേഹമൊക്കെ. ഒരു സമാധാനം എനിക്ക് കിട്ടുന്നില്ല. ഈ തള്ളയും മോനും തമ്മിൽ ഒന്ന് തെറ്റണേ അല്ലാ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മരുമക്കള്, അമ്മായിമാരും അതുപോലെ തന്നെ മരുമക്കളും അങ്ങനെ കുടുംബ ബന്ധങ്ങള് മുറിക്കാൻ വേണ്ടി, അതിനുവേണ്ടി ജ്യേഷ്ഠാനുജന്മാരെ തമ്മിൽ തെറ്റിച്ച്, അതുപോലെ തന്നെ വാപ്പയെയും മക്കളെയും തമ്മിൽ തെറ്റിച്ച് പല രൂപത്തിൽ കുടുംബ ബന്ധങ്ങൾ മുറിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. കുറ്റകരമായൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. അതല്ലാത്ത ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാലും മൂന്നിലൊരു വിധത്തിൽ അള്ളാഹ് അവന് ഉത്തരം കൊടുക്കും. നമ്മൾ സമാധാനിച്ചോളി. ഈ ഹദീസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ആർക്കും കംപ്ലൈന്റ് ഉണ്ടാവില്ല. ഏത് പ്രാർത്ഥനയും വെറുതെ ആവില്ല. മൂന്നിലൊരു നിലക്ക് അള്ളാഹ് അതിന് ഉത്തരം തരുന്നുണ്ട് എന്നാണ്. ഒന്നുകിൽ ഇമ്മാൻ തുഅജ്ജല ലഹു ദഅവതുഹു, ഒന്നുകിൽ ആ ചോദിച്ച കാര്യം തന്നെ റബ്ബങ്ങ് കൊടുക്കും. അപ്പൊ നമുക്കൊക്കെ മനസ്സിലായി ഉത്തരം കിട്ടിയേ. നമ്മൾ അത് മാത്രമേ ഉത്തരം കിട്ടലായിട്ട് കാണുന്നുള്ളൂ. എന്നാ അത് മാത്രമല്ല, ചോദിച്ചത് കിട്ടിയാൽ നമുക്ക് വലിയ തൃപ്തിയായി. പക്ഷെ അത് മാത്രമല്ല ഉത്തരം കൊടുക്കൽ എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒന്നുകിൽ അവന്റെ ആ ദുആക്ക് ഉടനെ ഉത്തരം കൊടുക്കും. വഇമ്മാൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, പരലോകത്തേക്ക് ഇവന്റെ ഈ പ്രാർത്ഥന കാരണത്താൽ ഒരു പ്രത്യേക പുണ്യം അവിടെ റബ്ബങ്ങ് എഴുതി വെക്കും. ഈ ദുആയുടെ ഫലമായിക്കൊണ്ട് നാളെ പരലോകത്ത് ദുആ ചെയ്താൽ തന്നെ ഇബാദത്താണ്, പുണ്യമുണ്ട്. അതിന്റെ പുറമേ അവൻ പ്രാർത്ഥിച്ചല്ലോ എന്ന നിലക്ക് അതിന് പ്രത്യേകമായ നിലക്കൊരു പ്രതിഫലം അവിടെ പരലോകത്തേക്ക് അല്ലാഹ് കാത്തുവെക്കുകയാണ്. അതാണ് രണ്ടാമത്തെ രൂപം. ഇനി അതുമല്ലെങ്കിൽ അവൻ ചോദിച്ച കാര്യം കിട്ടിയില്ലെന്ന് വരാം. എന്നാലും ആ ചോദിച്ച കാര്യത്തിന്റെ കാരണത്താൽ ഭാവിയിൽ അവന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വല്ല ആപത്തുകളെയും അല്ലാഹ് ഈ പ്രാർത്ഥന മുഖേന റബ്ബങ്ങ് തട്ടിക്കളയും. കണ്ടോ, നമ്മൾ ചോദിച്ചതല്ല കിട്ടിയത്. പക്ഷെ ആ പ്രാർത്ഥന കാരണമായിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് വരാനിരിക്കുന്ന ഒരു ആപത്ത് അല്ലാഹ് എന്ത് ചെയ്യാണ്? തട്ടിമാറ്റാണ്. എന്തായിരുന്നാലും പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. 2 നിലക്ക് ദുന്യാവിൽ നിന്നും 1 നിലക്ക് ആഖിറത്തിൽ നിന്നും പറഞ്ഞാൽ പിന്നെ ഒരു നിലക്കും പിന്നെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് നഷ്ടം വരാനില്ല. ഇതങ്ങ് കേട്ടപ്പോ സഹാബത്ത് സന്തോഷത്തോടെ പറയാണ്, ഇദൻ നുക്സിർ, അല്ലാഹുവിന്റെ റസൂലേ, എങ്കിൽ ഇനി ഞങ്ങൾ അധികരിപ്പിക്കുക തന്നെ ചെയ്യും, ഇനി ഞങ്ങൾ പ്രാർത്ഥന കുറക്കൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു അക്സർ, എങ്കിൽ അള്ളയും നിങ്ങൾക്ക് ധാരാളം തരും. നിങ്ങൾ എത്ര ചോദിക്കുന്നോ അത്രയും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോ അതെങ്ങനെ കററ സലാസ, 2ഉം 3ഉം തവണയൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കും. ചോദിച്ചെന്നെ ചോദിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ട പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെയും അതന്നെ ചോദിക്കുക. അള്ളാഹുവിന് അത് ഇഷ്ടമാണ്. ആ ചോദ്യം കഴിയുന്നത്ര പതുക്കെയാക്കാനാണ് ഇസ്ലാം പറയുന്നത്. ഉറക്കെ പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളിൽ, അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ മനുഷ്യർ ഏറ്റവും ഗോപ്യമായ നിലക്ക്, അവനവൻ കേൾക്കുന്ന നിലക്ക്, ആരുമറിയാതെ വളരെ മനസ്സിന്റെ വളരെ തൃപ്തിയോടെ, വിനയത്തോടെ, പേടിയോടെ, ഖുശൂഓടെ, തളർറോടെ, ഭക്തിയോടെയാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്. കാരണം അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട മഹാനായ പ്രവാചകനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹ് പറയുന്നു, ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ. സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, റബ്ബിനോട് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനെ വിളിച്ച് തേടിയ സന്ദർഭം. എന്താ അവിടെ പറഞ്ഞത്? ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ച സന്ദർഭം, നിദാഅൻ ഖഫിയ്യാ, വളരെ പതുക്കെ, വളരെ സ്വകാര്യമായി അള്ളാഹിനെ വിളിച്ചു. ഉറക്കെ പറയുന്നതിനേക്കാൾ സ്വകാര്യമായിട്ട് വിളിക്കലാണ്. ചെറുങ്ങനെ ചെറിയ ശബ്ദത്തിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കലാണ് അള്ളാഹ്ക്ക് ഇഷ്ടം.
ഉദുഊ റബ്ബക്കും തദർറുഅൻ വഖുഫിയ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിക്കൂ. ഉദുഊ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യൂ. തദർറുഅൻ, വളരെ വിനയത്തോടെ, വഖുഫിയതൻ, വളരെ സ്വകാര്യമായിട്ടും. പരസ്യ ദുആയേക്കാൾ രഹസ്യമായിട്ട് ഒറ്റക്കൊഴിഞ്ഞിരുന്നിട്ട് പറയാ. അതല്ലേ അർശിന്റെ തണൽ, അള്ളാന്റെ പ്രത്യേകമായ തണൽ കിട്ടുന്നു പറഞ്ഞ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത്, റജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫാദത് ഐനാ, ഒരു മനുഷ്യന്, ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ദക്കറല്ലാഹ, അയാള് അള്ളാനെ ഓർക്കാൻ ഒരിടത്ത് ഒഴിഞ്ഞിരുന്നു. ആരുമില്ല, അയാൾ ഒറ്റക്കുള്ളൂ. ഒറ്റക്കൊരിടത്ത് അയാൾ പോയിട്ടിരുന്നു. അയാളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു. മരിച്ചു പോകണമല്ലോ എന്ന് ചിന്തിച്ചു. ഖബറിന്റെ ഭീകരത ഓർത്തു. മരണത്തിന്റെ വേദന അയാളുടെ മനസ്സിൽ വന്നു. പരലോക കോടതിയിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഞാനെന്ത് മറുപടി പറയും എന്നയാൾ ഭയപ്പെട്ടു. അതേ, അങ്ങനെ റബ്ബിനെ ഓർക്കേണ്ട നിലക്ക് അയാൾ ഓർത്തപ്പോ ഫഫാദത്ത് ഐനാ, അയാളുടെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് നിറഞ്ഞൊലിച്ചു ഇറങ്ങിപ്പോയി. എന്താ? അത് ഒറ്റക്കിരിക്കുമ്പോഴാണ്. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا, വളരെ സ്വകാര്യമായിട്ടാണ് സക്കരിയ അള്ളാനെ വിളിച്ചത് അലൈഹിസ്സലാം. സ്വകാര്യമായിട്ട് വിളിക്കുക. ആ സ്വകാര്യമായിട്ട് വിളിക്കുമ്പോ അതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. സ്വകാര്യമായി വിളിക്കുമ്പോ അതിൽ പലപ്പോഴും റിയാ കടന്നു വരാതെ, റബ്ബ് എന്നെ ഏത് സമയത്തും എന്റെ ഏത് ചെറിയ വർത്തമാനങ്ങളും എന്റെ മനസ്സുപോലും റബ്ബ് അറിയുന്നു എന്ന് കൂടുതൽ അയാളുടെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടാകും. അങ്ങനെ തേടുമ്പോ തന്നെ ഇസ്ലാം എന്താ പറയണെന്നറിയോ? വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണം എന്നാണ്. നമ്മൾ അവിടെ ഇവിടെയും നോക്കിയിട്ടും ചൊറിഞ്ഞിട്ടും മാന്തിയിട്ടും മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടാണ് പലപ്പോഴും പ്രാർത്ഥിക്കുക. അതെപ്പോഴാണെന്നറിയോ? നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടാവും, പിന്നെ ഇങ്ങനെ കയ്യും ചൊറിഞ്ഞ് ചിലപ്പത്തെ വേറെ എവിടേക്കൊക്കെയോ നോക്കിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നമ്മൾ ദുആ ചെയ്യുമ്പോ പാലിക്കേണ്ട ഒരു മര്യാദ പറയണം. ഉദ്ഉല്ലാഹ വഅൻതും മുഖിനൂന ബിൽ ഇജാബതി, ഉത്തരം എന്റെ റബ്ബ് എനിക്ക് തരും എന്ന ദൃഢവിശ്വാസത്തോടെ വേണം നിങ്ങൾ അല്ലാഹനെ വിളിക്കാൻ. അല്ലാഹനെ വിളിക്കുമ്പോൾ ഉത്തരം കിട്ടുമെന്നാവോ കിട്ടൂലെന്നാവോ അങ്ങനെയൊന്നും സംശയിക്കണം. കിട്ടും, എന്റെ റബ്ബ് എനിക്ക് തരും എന്ന ദൃഢവിശ്വാസത്തോടെ നിങ്ങൾ വിളിക്കണേ. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആ മിൻ ഖൽബി ഗാഫിലിൻ ലാഹിൻ, ശ്രദ്ധയില്ലാതെ മനസ്സ് വേറെ എവിടെയൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അശ്രദ്ധമായ കൽബിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം തരൂല. അങ്ങനത്തെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനയ്ക്ക് എനിക്ക് എന്റെ റബ്ബ് ഉത്തരം തരും എന്ന ദൃഢമായ വിശ്വാസത്തോടെ ചോദിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഇൻ ശിഇത എന്ന് ചോദിക്കരുത് എന്നാണ്. എന്താ അതിനർത്ഥം? അല്ലാഹുവേ, നിനക്കിഷ്ടമുണ്ടെങ്കിൽ താ, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് പുറത്തുതാ. അങ്ങനെ പറയാൻ പാടില്ല. ഫൽയഅ്സിമിൽ മസ്അല, ചോദ്യം വളരെ ദൃഢമായി ചോദിക്ക്. തരണം അല്ലാഹ്, തരണം. ഒരു കുഞ്ഞു മാതാവിന്റെ വസ്ത്രത്തിൽ പിടിച്ച് കിണുങ്ങി കരഞ്ഞ് വാശി പിടിച്ച് ചോദിക്കും പോലെ അല്ലാഹുവോട് ചോദിക്കുന്ന, ധാരാളമായി ചോദിക്ക്, പുറത്തു തരണം അല്ലാഹ്. എത്രത്തോളം അല്ലാഹുവിലേക്ക് വിനയവും എത്രത്തോളം ചോദിക്കാൻ പറ്റുമോ അത്രയും ചോദിക്കാം. അതിന് ചില സമയങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. എപ്പോഴും ചോദിക്കാം. നമ്മളിപ്പോ കുടുങ്ങുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ചോദിക്കാം, അല്ലാത്ത സമയത്ത് ചോദിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥനക്ക് പറഞ്ഞിട്ടുള്ള ചില അദബുകളുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ സ്തുതിക്കണം. നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രാർത്ഥന നിർവഹിക്കുമ്പോ അൽഹംദുലില്ലാ, അള്ളാഹിനെ സ്തുതിക്കണം. അള്ളാഹുവിന്റെ നാമങ്ങള്, അള്ളാഹുവിന്റെ പേരുകള്, അള്ളാഹുവിന്റെ ഗുണങ്ങള്, വിശേഷണങ്ങള്, അതൊക്കെ നമുക്ക് പറയാൻ അറിയുന്നതൊക്കെ പറഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി നമ്മുടെ കാര്യം ചോദിക്കണം. പ്രാർത്ഥന അവസാനിച്ചു കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്തിനെ ചോദിക്കണം. അതുപോലെ തന്നെ ഏറ്റവും നല്ല സമയങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തണം. അള്ളാഹിനോട് ചോദിച്ചോളാൻ പറഞ്ഞ സമയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സമയമാണ് എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യൻസിലു റബ്ബുനാ തബാറക വ തആല
കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയാ. എല്ലാ രാത്രിയിലും നമ്മോടടുത്ത ആകാശത്തിലേക്ക് നമ്മുടെ റബ്ബ് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാ രാത്രിയിലും നമ്മോടടുത്ത ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങുന്നു. എപ്പോൾ? ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ 2/3 കഴിഞ്ഞ് 1/3 ബാക്കിയാകുന്ന നേരത്ത്. അപ്പൊ ആ സമയം നമ്മൾ മനസ്സിലാക്കണം. 2/3 കഴിഞ്ഞ് ഒരു ഭാഗം ബാക്കിയാകുമ്പോൾ രാത്രി എങ്ങനെ നമ്മൾ കണക്കാക്കുക? അപ്പോ 6 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നു, 6 മണിക്ക് സൂര്യൻ ഉദിക്കുകയും സുബഹിയാവുകയും ചെയ്യുന്നു എങ്കിൽ 12 മണിക്കൂർ അവിടെ കിട്ടി. 12 മണിക്കൂർ രാത്രിയായി. ഞാൻ കണക്കാക്കാൻ വേണ്ടി പറയാണ്. അതിനെ നമ്മൾ 3 ഭാഗിക്കണം. അപ്പൊ 4 മണിക്കൂർ വീതം വരും 3 എണ്ണം. 3 4 12 മണിക്കൂർ. ഇതിൽ ആദ്യത്തെ 8 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയമാണ് റബ്ബ് പ്രത്യേകമായി ഓഫർ ചെയ്തിട്ടുള്ള നേരം. അതായത് രാവിന്റെ അവസാന സമയങ്ങൾ, അന്ത്യയാമങ്ങൾ. ആ അവസാന സമയങ്ങളിലാണ് കൂടുതൽ ദുആക്ക് ഇജാബത്തുള്ളത്. ആ സമയത്ത് എഴുന്നേൽക്കുക. അഥവാ സുബഹിയുടെ മുമ്പ് നമുക്ക് എത്ര മുമ്പ് എഴുന്നേൽക്കാൻ കഴിയോ അത്രയും മുമ്പ് എഴുന്നേൽക്കുക. 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് ദുആ ചെയ്യാൻ കഴിയോ എങ്കിൽ അങ്ങനെ. അരമണിക്കൂർ കഴിയോ, 1 മണിക്കൂർ, എങ്ങനെയാണോ എഴുന്നേറ്റ് ആ സമയത്ത്. അതിന്റെ പ്രത്യേകത എന്താണ്? ആ നേരത്ത് റബ്ബ് പറയുന്നുണ്ട്, മൻ യദ്ഊനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഫഅസ്തജീബു ലഹു, ഞാൻ ഉത്തരം തരാം. കണ്ടോ? എന്നോട് ദുആ ചെയ്യാൻ ആരാ ഉള്ളത്? ഞാൻ തരാം, ഞാൻ ഉത്തരം തരാം എന്ന് പറയുന്ന നേരമാണ് സുബഹിയോടടുത്ത സമയം. മൻ യസ്അലുനി ഫഉതി, ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾ വീട്ടിത്തരാൻ വേണ്ടി ചോദിക്കാൻ, ഞാൻ അവന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാം. മൻ യസ്തഗ്ഫിറുനി, ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ, അല്ലാ പൊറത്തു തരണേ എന്നോട് ആരുണ്ട് ചോദിക്കാൻ, ഫഅഗ്ഫിറു ലഹു, ഞാൻ അവന് പൊറത്തു കൊടുക്കാം എന്ന് ഓഫർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നേരമാണ് സുബഹിന്റെ മുമ്പ്. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ രാത്രി കഴിയുന്നത്ര നേരത്തെ ഉറങ്ങിയിട്ട് കഴിയുന്നത്ര നേരത്തെ എഴുന്നേൽക്കാൻ പറയുന്നത്. സുബഹിന്റെ മുമ്പ് ഒരു അല്പനേരം മുമ്പെങ്കിലും എഴുന്നേറ്റിട്ട് ഉളൂഎടുത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് നമ്മളെ സങ്കടം പറയാം. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, നമ്മൾ വിഷമിച്ച് നമ്മുടെ സങ്കടം അല്ലാഹുവിനോടാൻ പറയും. അത് നിസ്കാരത്തിന്റെ പുറത്തും പറയാം, അകത്തും പറയാം. കാരണം അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരവസരമാണ് അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. ഒരടിമ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അവൻ സുജൂദിൽ കിടക്കുന്ന നേരമാണ്. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹിനോട് ഏറ്റവും അടുക്കുന്ന സമയമാണത്. എന്ത്? സുജൂദിൽ. രാത്രി മാത്രമല്ല, ഏതവസരത്തിൽ സുജൂദിലാണ് ഏറ്റവും അള്ളാഹിനോട് അടുക്കുക. എന്താ അങ്ങനെ പറയാൻ കാരണം? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എന്ത് തരാന്ന് പറഞ്ഞാലും നമ്മുടെ നെറ്റിത്തടം മണ്ണിൽ വെക്കാൻ നമ്മൾ സമ്മതിക്കൂല. ഒരാളുടെ മുമ്പിൽ അയാൾ എന്ത് തരാന്ന് പറഞ്ഞാലും നമ്മളെ സുജൂദ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കൂല. കാരണം അത്രയും വലിയൊരു പ്രധാനപ്പെട്ട വിനയത്തിന്റെ അങ്ങേയറ്റാണ്. ആ സുജൂദ് അള്ളാഹു ആവശ്യപ്പെട്ടവരത്ത് നമ്മൾ നിർവഹിക്കാണ്. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, ഇബ്ലീസിന് ഏറ്റവും വെറുപ്പാണ്. അതുകൊണ്ടാണല്ലോ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അവൻ കേട്ടില്ലല്ലോ. തുടക്കം തന്നെ അങ്ങനെയല്ലേ, അവൻ കേട്ടില്ലല്ലോ. അതേ അവസരത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ കൃത്യമായി അവൻ ഏറ്റവും ഒരു അടിമയോട് അടുക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട നേരാണ് നമ്മൾ സുജൂദ് കിടക്കുമ്പോൾ. അപ്പൊ നമ്മൾ സുജൂദിൽ പ്രാർത്ഥന അധികരിപ്പിക്കണം, സുജൂദിൽ ദുആ അധികരിപ്പിക്കണം. ചില ആളുകൾ കാണാം പ്രാർത്ഥിക്കാൻ വേണ്ടി സുജൂദ് കിടക്കുന്നത്. അങ്ങനൊന്നും ഇല്ലട്ടോ. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യമാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാം, നിസ്കാരമൊന്നുമില്ല, നിസ്കാരമൊക്കെ കഴിഞ്ഞു, പിന്നെ കാണാൻ ഇങ്ങനെ വെറുതെ സുജൂദ് കിടന്നിട്ട് അയാൾ നീറ്റ് പോണു. അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് സുജൂദ് കിടന്നിട്ട്. അതെന്താ? സുജൂദിൽ അള്ളാഹിനോട് ഏറ്റവും അടുക്കണ നേരാണെന്ന് പറഞ്ഞിട്ട് അത് തെറ്റിദ്ധാരണയാണ്. സുജൂദാകുന്നത് എപ്പോഴാണ്? അള്ളാന്റെ റസൂൽ നിർദ്ദേശിക്കുന്ന നിസ്കാരത്തിലൂടെയോ അതല്ലെങ്കിൽ അവിടുന്ന് കൽപ്പിച്ച സുജൂദായിട്ട് നിർവഹിക്കുമ്പോഴോ ആണ്. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സുജൂദിന്റെ കോലത്തിൽ കിടന്ന് പ്രാർത്ഥിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ളൊരു സുജൂദില്ല. അതേ അവസരത്തിൽ നമ്മുടെ സുജൂദുകളിൽ നമ്മൾ പ്രാർത്ഥന അധികരിപ്പിക്കണം. അങ്ങനെ പ്രാർത്ഥന അധികരിപ്പിക്കാൻ നമുക്കറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലാം.
അപ്പോഴും സംശയം ചോദിക്കാറുണ്ട്, എനിക്ക് അറബിയിൽ അറിയില്ല, മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? നമ്മളെന്താ വേണ്ടത്? മലയാളം പറയണ്ട. പ്രാർത്ഥന എന്ന് പറയുന്നതിന് നാവ് പങ്കെടുക്കൽ നിർബന്ധമൊന്നുമല്ല. അതുകൊണ്ട് അവിടെ കിടന്ന് മാനസികമായിട്ട് അങ്ങനെ പറയാ. സംസാരശേഷിയില്ലാത്ത നാപ്പൊട്ടന്മാര്, സംസാരശേഷിയില്ലാത്ത ആളുകൾ ദുആ ചെയ്യുന്നില്ലേ? അവരെങ്ങനെ ദുആ ചെയ്യുന്നത്? അവരുടെ മനസ്സിലാണ്. അപ്പൊ നമുക്ക് അറബിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അറബി നമ്മൾ പഠിക്കുക. പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ വന്നത് ഖുർആൻ ഓതുക എന്ന നിലക്കല്ല സുജൂദിൽ പ്രാർത്ഥിക്കേണ്ടത്, ദുആ ഇരക്കുന്നു. കാരണം സുജൂദിലും റുക്കൂയിലും ഖുർആൻ ഓതാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് പ്രാർത്ഥന എന്ന നിലക്ക് നമുക്ക് സുജൂദിൽ ഖുർആനിലെ ദുആകളും ദുആ എന്ന നിലക്ക് പാരായണം ചെയ്യാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നിട്ടുള്ള വാരിദായ ദുആകൾക്കാണ് മുൻഗണന. നമ്മൾ ഉണ്ടാക്കുന്ന പദങ്ങളല്ല വേണ്ടത്, അവിടുന്ന് പഠിപ്പിച്ചു തന്ന പദങ്ങൾ തന്നെ നമ്മൾ അക്ഷരത്തിനു പോലും മാറ്റം വരുത്താതെ പഠിക്കുക വേണ്ടത്. ഇപ്പൊ സുജൂദിലൊക്കെ നമുക്കാകെ ഒരു പരിചയം സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് പറയും, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല. ഇതിലപ്പുറം ആർക്കും ഒന്നും അറിയില്ല. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് اللهم اغفر لي ذنبي كله دقه وجله وأوله وآخره وعلانيته وسره. എത്ര പ്രാർത്ഥനകളുണ്ട്. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് എത്ര ആളുകൾക്ക് അറിയാം? നമ്മളാകെ ചെറുപ്പത്തിൽ 2ാം ക്ലാസ്സെന്നോ 3ാം ക്ലാസ്സെന്നോ ദീനിയാത്തെന്നോ അമലിയാത്തെന്നോ ഒരു ദുആ പഠിച്ചിട്ടുണ്ടാവും. മരണം വരെ അതേ ചൊല്ലൂ. അതന്നെ നമുക്ക് പഠിച്ചു വെച്ച ഒരു ഈണവും ഒരു സ്പീഡും ഒക്കെ ഉണ്ട്. ആ സ്പീഡൊന്ന് സ്ലോ ആക്കുകയോ അല്ലെങ്കിൽ ആ രൂപത്തിനൊന്ന് മാറ്റം വരുത്തുക ചെയ്താൽ നമുക്കൊരു കിട്ടൂല. നമ്മളൊരു കുഴപ്പമാണ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ അത്തഹിയാത്ത് ചൊല്ലി നോക്കൂ, അത്തഹി നിസ്കാരത്തിൽ ഇരുന്നിട്ട് അതിങ്ങനെ വരില്ല. ആണ്ട് അത്തഹിയാത്തിന് വേണ്ടി ഇരുന്ന് ഇങ്ങനെ വരലൊക്കെ കാലുമ്മലൊക്കെ വെച്ച് കഴിഞ്ഞ് അത്തഹിയാത്തുൽ ബാറക്കാത്തു സലവാത്തു തയ്യിബത്ത് നിങ്ങൾ പഠിച്ചൊരു സ്പീഡുണ്ട് 2ാം ക്ലാസ് മുതൽക്ക്. എന്നാണോ നിങ്ങൾ ദീനിയാത്ത് അമലിയാത്തുനിന്ന് അത്തഹിയാത്ത് ചൊല്ലിപ്പടിച്ചത് മദ്രസന്ന്, അന്ന് തുടങ്ങിയ ഒരു സ്പീഡുണ്ട് നിങ്ങൾക്ക്, ഒരു ട്യൂണും ഉണ്ട്. ആ ട്യൂണും സ്പീഡും നിങ്ങളൊന്ന് മാറ്റിയിട്ട് ഒന്ന് അർത്ഥമൊക്കെ ചിന്തിച്ചൊന്ന് സാവകാശം ഒന്ന് ചൊല്ലട്ടെ ചൊല്ലിയോ കൊണ്ട് ആ ഇരുന്ന ഇരിപ്പുകൾ ഇരിക്കും. കിട്ടൂല. ഒരാളോട് പറയണത് എന്നാ ഒന്ന് ചൊല്ലിക്കേ, അത്തഹിയാത്തൊന്ന് ചൊല്ലിക്കാന്ന് ഒരാളോട് എഴുന്നേൽപ്പിച്ച് അയാൾ ഇങ്ങനെ ചെല്ലുമ്പോ പറയും തയ്യാത്തുൽ മുബാറക്കാത്തു സലവാത്ത്, പിന്നെ അയാൾ വേറെന്തൊക്കെയോ പറയും. അയ്യ നിങ്ങൾ ഇത്രയും കാലമായിട്ട് നിസ്കരിക്കുന്നില്ല, നിങ്ങൾക്ക് എന്താ അത് കിട്ടാത്തത്? അപ്പൊ അയാൾ പറയും അത് നിങ്ങളെ മുമ്പ് എനിക്കാണ് കിട്ടാത്ത മാതിരില്ല, നിസ്കാരത്തിൽ ഇരുന്നാൽ എനിക്കാണ് കിട്ടും. എന്താ ഇതിന്റെ കുട്ടൻസ്? ഇതാണ് ഇയാൾക്കൊരു ഈണുണ്ട്, ഒരു സ്പീഡുണ്ട്, അതിലങ്ങനെ പോലെ എന്താ പറയണെന്നൊന്നും ചിന്തിക്കില്ല. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ആൾക്ക് ശ്വാസം മുട്ടുമ്പോ ആമീൻ പറഞ്ഞിട്ടാ ശീലിച്ചത്. എവിടെയാ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും ആരും ചിന്തിച്ചിട്ടില്ല. പണ്ടേ അങ്ങനെ വിചാരിച്ചുകൊണ്ട് വേറൊരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ വേറെ ഒടുക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വിരിക്കും, ഇങ്ങനെ ഹവ ഒരു പ്രത്യേകമായ ചിന്തയിലും ഭാവത്തിലൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്താ ദുആ ചെയ്യുന്നതെന്ന് അയാൾക്കറിയില്ല. പിന്നെന്താണ് പ്രാർത്ഥിക്കുന്ന ഇമാമ് അല്ലെങ്കിൽ ദുആ ഇരക്കുന്ന ആൾക്ക് എപ്പോഴാണോ ശ്വാസം മുട്ടുന്നത് അവിടെ വെച്ച് നമ്മൾ ആമീന്ന് പറയും. അയാൾക്ക് ശ്വാസം മുട്ടിയില്ലേ, കുറച്ച് ശ്വാസം പിടിക്കാൻ കഴിവുള്ള ആളാണോ ആമീനൊന്നും പറയുന്നില്ല. ഇങ്ങനായാ പറ്റുമോ നമ്മുടെ പ്രാർത്ഥന? നമ്മുടെ മനസ്സ് തട്ടണ്ടേ സുഹൃത്തുക്കളെ? നമ്മുടെ മനസ്സറിഞ്ഞു തേടണ്ടേ? എന്താ പറയുന്നത് നമ്മൾ അറിയണ്ടേ? എന്താ പറയുന്നത് നമ്മൾ അറിയാതെ പോയാ പലപ്പോഴും നമ്മുടെ മനസ്സ് പങ്കെടുക്കൂല, വെറും നാവ പങ്കെടുക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അശ്രദ്ധമായ ഖൽബിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. മനസ്സറിഞ്ഞു തേടണം. അതിന് സുജൂദിലും അതുപോലെ തന്നെ നാളെ മുതൽക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന്, കുറെ സഹോദരിമാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ആർക്കെങ്കിലും ശീലമില്ലെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ നാളെ മുതൽക്ക് അതൊന്ന് തുടങ്ങി നോക്കൂ. സുബഹിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് അലാറം വെച്ച് എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്ത്, മാത്രമല്ല കേട്ടോ, ആ ഉത്തരം കിട്ടുന്ന സമയത്ത് ഉളെടുക്കുന്നതിന്റെയൊക്കെ മുമ്പ് ഉത്തരണ്ട്. ഉറങ്ങി എഴുന്നേൽക്ക്, ബെഡിൽ നിങ്ങളാണ് ഉണർന്നു നോക്കുമ്പോ ഇപ്പോ സുബഹി എത്രക്കാണെങ്കിൽ ഒരു 4:30 എത്ര, അല്ലെങ്കിൽ 4:30 കൂട്ടിക്കോ, നിങ്ങളൊരു 4 മണിക്ക് ഇങ്ങനെ ഉണർന്ന് വാച്ച് നോക്കി 4 മണിയാണ്, അരമണിക്കൂർ ബാക്കിയുണ്ട്. ആ ഉണരുമ്പോ തന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ അത് പറഞ്ഞു. രണ്ടാമതായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അത് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്
വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതും പറഞ്ഞു കഴിഞ്ഞ ഉടനെ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ. അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ എന്തൊരു കാര്യത്തിന് വേണ്ടി തേടിയാലും ഉത്തരം ഉറപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇത് എപ്പോ ഉളുടുത്ത് നിസ്കാരപ്പായിലൊന്നും എത്തിയിട്ടില്ല, എഴുന്നേൽക്കുന്ന നേരത്തെ ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യാം. ഇനി അവൻ പോയിട്ട് ഉളുവെടുത്ത് നിസ്കരിക്കുകയാണെങ്കിലോ ഖുബിലത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരവും സ്വീകരിക്കപ്പെട്ടു. ആ സമയത്തുള്ള സുജൂദിലും അതുപോലെ തന്നെ കഴിഞ്ഞിട്ടും ഒക്കെ സുബഹിയാകാൻ പിന്നെയും നേരമുണ്ട്. അങ്ങ് റബ്ബിനോട് പറഞ്ഞോ, ചോദിച്ചോ. ചോദിക്കുമ്പോ ദുന്യാവ് മാത്രം ചോദിച്ചാ പോരാ. ദുന്യാവ് മാത്രം ചോദിക്കൽ നമ്മുടെ പ്രാർത്ഥനയുടെ മര്യാദക്ക് പുറത്താണ്. നമ്മൾ മനസ്സിലാക്കണം, ദുന്യാവ് മാത്രം ചോദിക്കല് അള്ളാഹ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മര്യാദക്ക് പുറത്താണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ കാണാം, വമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ് വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. ജനങ്ങളിലുണ്ട് കുറെ ആളുകൾ, അവനിങ്ങനെ അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കും, ഞങ്ങളുടെ രക്ഷിതാവേ ദുന്യാവിൽ തരണേ, ദുന്യാവിൽ തരണേ. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവൻ തേടുള്ളൂ. അവൻക്ക് മരിക്കണമെന്നോ, മരണവേദന എളുപ്പാക്കണേന്നോ, ഖബറിൽ രക്ഷ തരണേന്നോ, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേന്നോ, പരലോകത്ത് റബ്ബേ വിചാരണയുടെ നാളിൽ എന്റെ ഹിസാബ് എളുപ്പാക്കണേന്നോ, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗം തരണേന്നോ ആ വക ചിന്തയൊന്നുമില്ല. അവൻ ചോദിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ചോദിക്കുന്നത് മുഴുവൻ ദുന്യാവിന് വേണ്ടിയാണ്. അത്തരക്കാരെ കുറിച്ച് അള്ളാഹ് പറയാണ്, അവൻ ഒരു ഓഹരിയും പരലോകത്ത് കിട്ടൂല. അതേ അവസരത്തിൽ മനുഷ്യരിൽ തന്നെയുണ്ട് എന്ത് പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങളുടെ റബ്ബേ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ, നീ ഞങ്ങൾക്ക് ദുന്യാവിൽ നല്ലത് തരണം, വഫിൽ ആഖിറതി ഹസനതൻ, ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണം എന്ന് പ്രാർത്ഥിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. വഖിനാ അദാബൻ നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവർക്കാണ് അവർ സമ്പാദിച്ചതിൽ നിന്നുള്ള ഏറ്റവും നല്ല വിഹിതം അല്ലാഹ് കൊടുക്കുന്നത്. അവരാ രക്ഷപ്പെടുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ അധികവും ദുന്യാവ് മാത്രം കടന്നു വന്നാൽ പോരാ, ദുന്യാവിന് വേണ്ടിയും ചോദിക്കണം, ആഖിറവും ചോദിക്കണം. ആഖിറത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? വഖിനാ അദാബൻ നാർ, നരകത്തുനിന്ന് രക്ഷപ്പെടുക. ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം, ഇതിനാവശ്യമായ നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യമായ ദുആകളും ദിക്റുകളൊക്കെ അള്ളാഹ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ദിക്റുണ്ട്, ഓരോ ഘട്ടങ്ങളിലും ദിക്റുണ്ട്, ഉറങ്ങുന്നതിന്റെ മുമ്പ് വരെ പറയേണ്ട ദിക്റുകളുണ്ട്. നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മൾ ചൊല്ലി മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മുടെ വീട്ടിൽ അത് ചർച്ചയാവണം. കുട്ടികൾ അങ്ങനെ ചൊല്ലുന്നുണ്ടോന്ന് പിതാവ് ശ്രദ്ധിക്കണം, മാതാവ് ശ്രദ്ധിക്കണം. അതിന് അവരത് ചൊല്ലണം, അവർക്കത് അറിയണം. ആ രൂപത്തിലൊക്കെ ഒരു ദുആ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമായാൽ നമുക്ക് എപ്പോഴും അള്ളാഹിനോട്, ഞാൻ അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹിനോട് പറയുന്നുണ്ട്, മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്, മനസ്സിനൊരു വല്ലാത്ത സമാധാനമാണ്. ഇങ്ങനെ അർത്ഥത്തിൽ സഹോദരങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയ്ക്കുള്ള സമയം, ബാങ്ക് വിളിച്ചു കഴിഞ്ഞവന് നിസ്കാരത്തിന് വേണ്ടിയുള്ള ഇഖാമത്ത് വിളിക്കുന്നതിന്റെ ഇടയ്ക്കുള്ള സമയം ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന നേരമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് എന്നാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്, പക്ഷെ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ദിവസം വെള്ളിയാഴ്ച. മറ്റു ദിവസങ്ങളിലൊന്നും ഇല്ലാത്തൊരു ഓഫർ വെള്ളിയാഴ്ച ഒരു ദിവസത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്തിൽ അള്ളാഹിനോട് ചോദിക്കുന്ന മനുഷ്യന്റെ ചോദ്യവും അള്ളാഹ് ഉത്തരം ചെയ്യുന്ന സമയവും കൂടി ഇങ്ങോട്ട് ഒത്തു വന്നാലുണ്ടല്ലോ, ആ ചോദിച്ചത് മുഴുവനാണ് കിട്ടും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോ തന്റെ കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചു. അശാറ ബിയദിഹി, കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചു. യുഖല്ലിലുഹാ, വളരെ കുറഞ്ഞ നേരേ ഉള്ളൂ. പക്ഷെ ഏതാ നേരം എന്ന് പറഞ്ഞിട്ടില്ല. ഏതാണ് ആ സമയം എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാര് 42 അഭിപ്രായം പറഞ്ഞത്. 42 അഭിപ്രായം. അതിൽ ഏറ്റവും പ്രബലമായി അഭിപ്രായപ്പെട്ടത് ഖതീബ് മിമ്പറിൽ കയറി ഇരുന്നത് മുതൽക്ക് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിനിടക്കുള്ള സമയമാണ് ഒരു അഭിപ്രായം. മറ്റൊരഭിപ്രായം വെള്ളിയാഴ്ച അസർ കഴിഞ്ഞ് മഗ്രിബിന്റെ ഇടക്കുള്ള സമയമാണ്.
നമ്മൾ തീരെ മൈൻഡ് ചെയ്യാത്ത നേരാണ്, അല്ലെ? തീരെ ശ്രദ്ധിക്കാത്ത നേരം. 42 അഭിപ്രായങ്ങൾ. പക്ഷെ ഏതാന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഏതുപോലെ ലൈലത്തുൽ ഖദ്ർ ഏതാന്ന് അറിയിച്ചിട്ടില്ല. എന്തിന്? അധ്വാനിക്കുന്നോ നാം എല്ലാം ദിവസവും അധ്വാനിക്കട്ടെ. അതേപോലെ വെള്ളിയാഴ്ചയുടെ മഹത്വം ഉദ്ദേശിക്കുന്നവര് അന്നത്തെ ദിവസമൊക്കെ ശ്രദ്ധിക്കട്ടെ എന്ന നിലയ്ക്ക് ഏതാ ടൈം എന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞതാണ്. അങ്ങനെ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബാന്തരീക്ഷം നന്നാക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഹറാമുകളൊക്കെ മാറ്റണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു സമ്പാദ്യം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അത് കഴിക്കരുത്. അതും കഴിച്ച് വളർന്നുണ്ടാകുന്ന രൂപത്തിൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ അള്ളാഹു നമുക്ക് ഇനി ഒന്നുകിൽ ചോദിച്ചാൽ തന്നെ തരും, ഇല്ലെങ്കിൽ അത് കാരണം വല്ല ആപത്തും വല്ല തടുക്കും. ഒന്നും കിട്ടിയില്ലെങ്കിൽ ആഖിറത്തിലേക്ക് അത് വമ്പിച്ച പ്രതിഫലമായിട്ട് അവിടെ ഉണ്ടാകും. എന്തായിരുന്നാലും ദുആ അധികരിപ്പിക്കണം. ഒരൊറ്റ കണ്ടീഷനെ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ, എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കരുത്. റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പാണ്, പൊറുക്കാത്ത ശിർക്കാണ്. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ആ നിലക്കും കൂടി ശ്രദ്ധിച്ച് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സഹോദരങ്ങളെ, വലിയ പ്രതിഫലമാണ് നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുക. സർവ്വലോക പരിപാലകനായ റബ്ബ് ആ അർത്ഥത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം പ്രാർത്ഥനകളുണ്ട് സുഹൃത്തുക്കളെ. രാവിലെ ചൊല്ലേണ്ടത്, സുബഹി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടക്ക് പറയേണ്ടത്, അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മഗ്‌രിബ് ആകുന്നതിന്റെ ഇടക്ക് പറയേണ്ടൊക്കെ പ്രാർത്ഥനകളുണ്ട്. നിങ്ങളതൊക്കെ പഠിക്കണം. ധാരാളം പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ആ വിഷയങ്ങൾ പ്രതിപാദിച്ച സീഡികളുണ്ട്. എല്ലാം നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ കുഞ്ഞുമക്കളെ ചെറുപ്പം മുതലേ അങ്ങനെ പറഞ്ഞ് പരിശീലിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന് അള്ളാഹു വലിയ സ്വസ്ഥത തരും. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ശരിക്കും ഓർക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾ അടങ്ങുക, ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുക. ലോകത്ത് മനുഷ്യന്റെ മനസ്സുകളൊക്കെ ഒന്ന് മാനസിക രോഗികളുടെ എണ്ണം കൂടുന്നൊരു കാലത്താണ്. എന്തുകൊണ്ട്? നമുക്ക് പരിഹാരമുണ്ട് സുഹൃത്തുക്കളെ. റബ്ബ് പറഞ്ഞതുപോലെയുള്ളൊരു ജീവിതവും അവനോട് മനസ്സറിഞ്ഞുകൊണ്ടുള്ള അടുപ്പവും നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് കാവലും തുണയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാദികൾ എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.